ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ, ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തു നാമത്തെ വന്ദനത്തെ അറിയിക്കും. നമ്മൾ ദിവസത്തിൽ ആരംഭിക്കുന്ന ഈ ഉപവാസത്തിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കർത്താവ് പകരുന്നു ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രാരംഭ രാത്രികാലം നമ്മുടെ മധ്യ ദൈവനെ സംസാരിക്കുന്ന കർത്താവിൻ്റെ വലിയദാസൻ എമ്മയോൺ സാറാണ്. കർത്താവിൻ്റെ വലിയദാസനെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലായിരുന്ന ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കർത്താവ് തൻ്റെ ദാസനെ ശക്തിയോടെ ഉപയോഗിച്ച വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വളരെ ദൈവസേനയിൽ ഇന്ന് രാത്രി പ്രാർത്ഥന ഉണ്ടായിരിക്കാം. കർത്താവിൻ്റെ ദാസന് ദൈവസഭയുടെയും വ്യക്തികളോട് വന്ദനം അറിയിക്കുന്നു. 1 കൊരിന്ത്യർ 10 അധ്യായം 4 വാക്യം. 1 കൊരിന്ത്യർ 10 അധ്യായം 4 വാക്യം. ആ പാത ക്രിസ്തുവാണെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ചിന്തിച്ചു തുടങ്ങിയത് ആത്മീയ പാതയായ ക്രിസ്തു നമുക്ക് ചെയ്യുന്ന 5 കാര്യങ്ങളെ പറ്റി വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച അതിലെ 2 കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചിന്തിക്കുവാനിടയായി തീർന്നില്ല. ഒന്നുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നു, ആത്മീയ പാതയാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്ന 5 കാര്യങ്ങൾ, അല്ലെങ്കിൽ യേശുക്രിസ്തു 5 വിധത്തിൽ നമുക്ക് പാതയാണ്. 1, യേശുക്രിസ്തു വീണ്ടെടുപ്പിൻ്റെ പാതയാണ്. അവൻ വീണ്ടെടുപ്പിൻ്റെ പാതയെന്ന് വിശേഷിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 19 സങ്കീർത്തനം 14 വാക്യം, എൻ്റെ പാതയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. അവിടെ യഹോവ വീണ്ടെടുപ്പുകാരനാണ്, ഈ പാത വീണ്ടെടുപ്പുകാരനാണ്. 40 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാതമേൽ നിർത്തി. ഈ പാത വീണ്ടെടുപ്പിൻ്റെ പാതയാണ്. 95 സങ്കീർത്തനം 1 വാക്യം, നമ്മുടെ രക്ഷയുടെ പാതയ്ക്ക് ആൽപ്പെടുവീൻ. യേശു കർത്താവ് രക്ഷയുടെ പാതയാണ്, വീണ്ടെടുപ്പിൻ്റെ പാതയാണ്. 62 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ, അവൻ തന്നെ എൻ്റെ പാതയും എൻ്റെ രക്ഷയുമാകുന്നു. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശു കർത്താവ് വീണ്ടെടുപ്പിൻ്റെ പാതയാണ്, രക്ഷയുടെ പാതയാണ്. ഞാൻ ചൊവ്വാഴ്ച ഓർപ്പിക്കുകയുണ്ടായി, വേദപുസ്തകത്തിൽ പൊയറ്റിക്കൽ ബുക്സ്, സംഗീത പുസ്തകങ്ങൾ 5 ഇയ്യോബിൻ്റെ പുസ്തകം, സങ്കീർത്തന പുസ്തകങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. ഈ 5 സംഗീത പുസ്തകങ്ങളെ മാറ്റി നിർത്തിയാൽ വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്ന ഏകദേശം 15 പാട്ടുകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. അതിൽ 1-ാമത്തെ പാട്ട് മിരിയാം പാടിയ പാട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പാട്ടൊന്നും നമ്മൾ കാണുന്നില്ല. ലാമക്കിന്റെ 2-ാമത്തെ മകനായ യൂബാൽ കിന്നരവും വീണവും മീട്ടുന്നവരുടെ പിതാവായിരുന്നു എന്നൊരു വാക്യമല്ലാതെ പാട്ടൊന്നും നമ്മൾ കാണുന്നില്ല. വേദപുസ്തകത്തിൽ ആദ്യമായി കാണുന്ന പാട്ട് മിരിയാം പാടിയ പാട്ടാണ്. പെസഹ കുഞ്ഞാടിന്റെ ചോരത്തെളിയാൽ വിടുതൽ പ്രാപിച്ച, ചെങ്കടൽ കടന്ന് അക്കരെ കടന്ന ദൈവജനം തങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിന് പാട്ടുപാടിക്കൊണ്ട് വേദപുസ്തകത്തിലെ പാട്ടുകൾ ആരംഭിക്കുകയാണ്. ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞവന് അവന്റെ ദൈ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ ഗാനപ്രതിഗാനമായി ദൈവജനം ദൈവത്തെ പാടുവാൻ തുടങ്ങി. ആ പാട്ടിനൊരു പേര് കൊടുക്കുവാൻ ആണെങ്കിൽ സോങ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ പാട്ട്. നമ്മളും പാടുന്ന പാട്ട് വീണ്ടെടുത്ത ദൈവത്തെ പറ്റി പാടുവാൻ നമ്മുടെ നാവിൽ പാട്ടുണ്ട്. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പാട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ന്യൂ സോങ്. അവരൊരു പുതിയ പാട്ടുപാടി. അതാണ് ബൈബിളിൽ കാണുന്ന ഏറ്റവും ഒടുവിലത്തെ പാട്ട്. നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് പാടുവാൻ നമ്മുടെ നാവിൽ പുതിയ പാട്ട് കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ ചെറികിടക്കുന്ന 10-15 പാട്ടുകൾ വേദപുസ്തകത്തിൽ കാണുമ്പോൾ തന്നെ ദൈവം പാടിയ പാട്ട് ബൈബിളിലുണ്ട്. മനുഷ്യന് തന്നെയല്ല പാട്ടുപാടിയത്, ദൈവം പാട്ടുപാടിയിട്ടുണ്ട്. ഞാൻ അന്ന് ഓർപ്പിക്കുകയുണ്ടായി, 91 സങ്കീർത്തനം
അതിലാദ്യത്തെ 13 വാക്യങ്ങൾ മാത്രമേ ആ പാടിത്തുടങ്ങിയ വ്യക്തി പാടിയുള്ളൂ. മോശയാണെങ്കിൽ മോശ, ദാവീദാണെങ്കിൽ ദാവീദ്. 14, 15, 16 വാക്യങ്ങൾ 91 സങ്കീർത്തനത്തിലെ ഒടുവിലത്തെ 3 വാക്യങ്ങൾ ദൈവം പാടിയ പാട്ടാണ്. ആ പാട്ട് നമുക്കറിയാം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ആര് പാടി? മോശ പാടിയതല്ല, ദാവീദ് പാടിയതല്ല, വിടിയിപ്പാൻ കഴിയുന്ന ദൈവമാണ് പാടിയത്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ആര് പാടി? വിടുവിപ്പാൻ കഴിയുന്ന ദൈവം പാടി. അവൻ എന്നോട് നിലവിളിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ഇത് പാടിയത് ദൈവമാണ്. അപ്പൊ ദൈവം പാടിയ പാട്ട് വേദപുസ്തകത്തിൽ നമ്മൾ കാണും. അപ്പോൾ തന്നെ ദൈവം പഠിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയ ഒരു പാട്ടും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ദൈവം പഠിപ്പിച്ച ഒരു പാട്ടുണ്ട്. ആവർത്തന പുസ്തകം 31 അധ്യായം 19 വാക്യം. ആവർത്തന പുസ്തകം 31 അധ്യായം 19 വാക്യം. ദൈവം മോശയോട് പറയുക, മോശ മരണത്തോടടുത്തു. ദൈവം മോശയോട് പറയുന്നു, മോശേ, ഞാൻ ഈ ചൊല്ലിത്തരുന്ന പാട്ട് നീ എഴുതിയെടുത്ത് ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കണം. മോശ ആ പാട്ട് എഴുതിയെടുത്തു. 22 വാക്യത്തിലുണ്ട്. 22 എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. ദൈവം ചൊല്ലിക്കൊടുത്ത പാട്ട് മോശ എഴുതിയെടുത്തു. എന്നിട്ട് അന്ന് തന്നെ ഇസ്രായേൽ മക്കളെ ആ പാട്ട് പഠിപ്പിച്ചു. ഈ പാട്ട് ദൈവം പഠിപ്പിച്ച പാട്ടാണ്. ആ പാട്ടാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 32 അധ്യായത്തിൽ. ആ പാട്ടിൽ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ദൈവം പാതയാണ്. 32 അധ്യായം 4 വാക്യം. അവൻ പാത, അവന്റെ പ്രവൃത്തി അത്യുത്തമം. ഇനി 15 വാക്യം വായിച്ചേ. 15 വാക്യം. യശൂദുനോ തന്റെ രക്ഷയുടെ പാത. യശൂദൂൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിന്റെ മറ്റൊരു പേരാണ്. അവന്റെ രക്ഷയുടെ പാതയെ അവൻ ഉപേക്ഷിച്ചു. 18 വാക്യം. നിന്നെ ജനിപ്പിച്ച പാത. 30 വാക്യം. ജാതികളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ജാതികൾ ആശ്രയിച്ച് അവയുടെ പാത അവരെ വിറ്റുകളഞ്ഞു. 31 വാക്യം. അവരുടെ പാത നമ്മുടെ പാത പോലെ അല്ല. ജാതികൾ ആശ്രയിച്ച പാത അവരെ വിറ്റുകളഞ്ഞപ്പോൾ നമ്മൾ ആശ്രയിച്ച പാത നമ്മളെ ഒരിക്കലും വിട്ടുകളയുന്നവനല്ല. 37 വാക്യം. അവരാശ്രയിച്ച പാതയും എവിടെ? അപ്പോൾ ദൈവം പാതയാണ്, ജാതികൾ ആശ്രയിക്കുന്ന അവരുടെ ദൈവവും പാതയാണ്. പക്ഷെ അവരുടെ പാത പോലല്ല നമ്മുടെ പാത എന്നാണ് ദൈവം തന്റെ ജനത്തെ പഠിപ്പിക്കുന്നത്. ഈ പാട്ടിനൊരു പേര് കൊടുക്കാനാണെങ്കിൽ സോങ് ഓഫ് ദ റോക്ക്, പാതയുടെ പാട്ടെന്ന് വേണേ പേര് കൊടുക്കാം. ദൈവം പഠിപ്പിച്ച പാട്ട് പാതയുടെ പാട്ടാണ്. നമ്മൾ ചിന്തിച്ചു വന്നത് ആത്മീയ പാതയാകുന്ന കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ഈ പാത വീണ്ടെടുപ്പിന്റെ പാതയാണ്. അവൻ നമ്മളെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, ഈ പാതമേൽ നമ്മളെ നിർത്തി, ഈ പാതമേൽ അവൻ നമ്മളെ ഉയർത്തുന്നു. 27 സങ്കീർത്തനം 5 വാക്യത്തിൽ പാതമേൽ എന്നെ ഉയർത്തും എന്ന് നമ്മൾ വായിക്കുന്നു. പാതമേൽ നിർത്തുന്ന മാത്രമല്ല, ആ പാതമേൽ നമ്മളെ ഉയർത്തുകയും കൂടെ ചെയ്യുന്നു. ആത്മീയ പാതയാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം, ഈ പാത ദാഹശമനത്തിന്റെ പാതയാണ്. 1, വീണ്ടെടുപ്പിന്റെ പാത. 2,
ദാഹശമനത്തിൻ്റെ പാത. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആ ആ ആ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു, സീൻ മരുഭൂമി കഴിഞ്ഞു, ശൂർ മരുഭൂമിയും കഴിഞ്ഞു, റഫീദീമിലെത്തി. അത് ഉണങ്ങിയ മരുഭൂമിയാണ്, വെള്ളമില്ല. ജനം മോശയുടെ നേരെ പിറുപിറുത്തു. മോശ ദൈവത്തെ നോക്കി നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് പറയുന്നു, മോശയെ, ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറമേൽ നിൽക്കും. ഞാൻ നിൽക്കുന്ന പാറയെ അടിക്കണം. ജനത്തിന് കുടിപ്പാൻ വെള്ളം ഈ പാറയിൽ നിന്ന് പുറപ്പെടും. മോശ തന്റെ വടിയെടുത്ത് ഈ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു. എങ്ങനെ വെള്ളം പുറപ്പെട്ടു എന്ന് 3 പ്രസ്താവനകൾ 78-ാം സങ്കീർത്തനം 15-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഹോരേബിലെ പാറകൾ തകർന്നപ്പോൾ എങ്ങനെയാണ് വെള്ളം പുറപ്പെട്ടത്? 78-ാം സങ്കീർത്തനം 15-16 വാക്യങ്ങൾ. പാറകളെ പിളർന്നു. ആഴി എന്ന ഏകവചനത്തിലല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ആഴികൾ 30 ലക്ഷം വരുന്ന ഇസ്രായേൽ മക്കളുടെ ദാഹം ശമിക്കണമെങ്കിൽ ഒരു നദി ഒഴുകിയാൽ ഒക്കത്തില്ല, ഒരു കടൽ ഒഴുകിയാലും ഒക്കത്തില്ല. അനവധി കടലുകൾ ഒഴുകുന്നത് പോലെ, ആഴികളാലെന്ന പോലെ അവനവർക്ക് ധാരാളം വെള്ളം കൊടുത്തു. 2-ാമത്തെ പ്രസ്താവന, വറ്റാത്ത ഒഴുക്ക് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പാറയിൽ നിന്നാണ് ഈ ഒഴുക്ക് പുറപ്പെട്ടത്. 3-ാമത്തെ പ്രസ്താവന, വെള്ളം നദികളെ പോലെ ഒഴുകി. കടലടച്ചു വരുന്നത് പോലെ വെള്ളം വന്നാൽ ഇവർക്ക് വെള്ളം കുടിക്കാനൊക്കത്തില്ല. അത് നദികളാകണം, തോടുകളാകണം. ഓരോ ഇസ്രായേലിന്റെ കൂടാര വാതിൽക്കൽ കൂടി ഒഴുകാനായിട്ട് തുടങ്ങി. 30 ലക്ഷം വരുന്ന ഇസ്രായേൽ മക്കൾക്ക് ദാഹം ശമിപ്പിക്കുവാൻ ഹോരേബിൽ അടിക്കപ്പെട്ട പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം മതിയായിരുന്നു. ഈ പാറ തീക്കൽ പാറയാണെന്ന് 114-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വായിക്കുന്നു. 114-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. അവൻ പാറയെ ജലതടാകവും. അപ്പോൾ ഇത് തീക്കല്ലാണ്. ആ തീക്കല്ലിൽ നിന്നാണ് ഈ വെള്ളം പുറപ്പെട്ടത്. മോശ വടിയുമെടുത്ത് പാറയെ തല്ലാൻ പോകുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, മോശ എന്തെടുക്കാൻ പോകുന്നു? പാറയെ അടിക്കാൻ പോകുന്നു. എന്തിനാ? വെള്ളത്തിന്. കടലാണ് ഒളിച്ചു വച്ചിരിക്കുന്നത്. അത് വെളിപ്പെടണമെങ്കിൽ മോശ വിശ്വാസത്തോടെ എഴുന്നേൽക്കണം. ആ തീക്കല്ലിനെ ആഞ്ഞടിക്കണം. പാത പിളർന്നു, കടല് വെളിപ്പെട്ടെങ്കിൽ തീക്കല്ല് പോലുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരുട്ടിന്റെ ശക്തികൾ ഉരുട്ടി വച്ചിട്ട് നിന്റെ ഈ വിഷയത്തിന് വിടുതലില്ല, നിന്റെ രോഗത്തിന് സൗഖ്യമില്ല, നിന്റെ തലമുറയ്ക്ക് നന്മ ഉണ്ടാകത്തില്ല, നിന്റെ കടഭാരം മാറത്തില്ല എന്ന് പറഞ്ഞ കൈകൊട്ടി ചിരിച്ചാലും നിന്റെ തീക്കല്ല് പോലുള്ള വിഷയത്തിനകത്ത് ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ജല തടാകങ്ങളുണ്ട്. സ്തോത്രം. അത് വെളിപ്പെടണമെങ്കിൽ വിശ്വാസത്തോടെ എഴുന്നേൽക്കണം. പ്രശ്നങ്ങളെ ആഞ്ഞു തല്ലണം. തീക്കല്ലിൽ നിന്ന് വെള്ളം പുറപ്പെടുവാനിടയായി. വെള്ളം കുടിച്ചു. അപ്പൊ നമ്മുടെ കർത്താവ് ദാഹശമനത്തിന്റെ പാതകം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശമര്യക്കാരിയോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല. ആ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ച. ചിലതൊക്കെ തെറ്റിച്ച് വ്യാഖ്യാനിച്ച് ഞാനും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ട് കാണും. 4:10. ആ, നീ ദൈവത്തിന്റെ ദാനവും ആ ആ ആ
നീ ദൈവത്തിന്റെ ദാനം. ഇതാ തെറ്റിച്ച് വ്യാഖ്യാനിക്കുന്നത്. ചിലത് കൊടുക്കുന്ന വ്യാഖ്യാനം ശമരിയാക്കാതി നീ ദൈവത്തിന്റെ ദാനമാണ്, ശമരിയാക്കാതി ദൈവത്തിന്റെ ദാനമെന്ന്. അങ്ങനല്ല. ദൈവത്തിന്റെ ദാനം എന്താണെന്ന് നീ അറിയണം. നിന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്നും നീ അറിയണം. അല്ല, ശമരിയാക്കാതി ദൈവത്തിന്റെ ദാനമെന്നല്ല. ദൈവത്തിന്റെ ദാനം എന്താണെന്ന് നീ അറിയണം. അനേകം ദൈവത്തിന്റെ ദാനങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഇവിടെ ദൈവത്തിന്റെ ദാനമായി പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദാനത്തെ പറ്റി നീ അറിയണം. ദൈവത്തിന്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി നീ അറിയണം. നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും നീ അറിയണം. അങ്ങനെയെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ഒരിക്കലും ദാഹിക്കാത്ത ഈ ജലം അവൻ നിനക്ക് തരികയും ചെയ്യും. പരിശുദ്ധാത്മാവെന്ന വെള്ളത്തെ പറ്റിയാണ് കർത്താവ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം തന്നെ 37-38 വാക്യങ്ങളിൽ ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞത്, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ. ഒന്ന് വായിച്ചാലും വേണ്ടില്ല. ആ ആ ആ ആ കൂടാരപ്പെരുന്നാളിന്റെ സമാപന ദിവസത്തിലെ കാര്യമാണ്. 7 ദിവസമാണ് കൂടാരപ്പെരുന്നാൾ. ആ കൂടാരപ്പെരുന്നാളിന്റെ സമാപന ദിവസം കെങ്കേമമായ പരിപാടികളാണ് യെരൂശലേം ദേവാലയത്തിൽ നടക്കുന്നത്. മഹാപുരോഹിതന്റെ നേതൃത്വത്തിൽ പുരോഹിതന്മാരെല്ലാവരും കൂടെ ശീലോഹ കുളത്തിൽ ചെല്ലും. ആ നടന്നു പോകുമ്പോൾ അവർ 111-ാം സങ്കീർത്തനം തൊട്ട് 118-ാം സങ്കീർത്തനം വരെ പാട്ടുപാടും. ആ പാട്ടുകളെ ഹല്ലേൽ ഗീതങ്ങൾ എന്നാണ് പറയുന്നത്. ഹല്ലേൽ ഗീതങ്ങൾ പാടിക്കൊണ്ട് ചെല്ലും. ശീലോഹാം കുളത്തിൽ നിന്ന് മഹാപുരോഹിതൻ ഒരു പാത്രത്തിൽ വെള്ളം കോരിയെടുക്കും. ആ വെള്ളം കോരുമ്പോൾ വായിക്കുന്ന വാക്യമാണ് യെശയ്യാ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം. ഞങ്ങൾ സന്തോഷത്തോടെ നിന്റെ ഉറവകളിൽ നിന്ന് വെള്ളം കോരും. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ വെള്ളം കോരിയെടുക്കുന്നത്. എന്നിട്ട് ഹല്ലേൽ ഗീതങ്ങൾ പാടിക്കൊണ്ട് മടങ്ങി വരും. 7 ദിവസമായി ദൈവജനം ദേവാലയത്തിലും പരിസരങ്ങളിലുമാണ്. ഈ മഹാവിരോധൻ കൊണ്ടുവരുന്ന ഈ വെള്ളം യാഗപീഠത്തിന്റെ ചോട്ടിൽ ഒഴിക്കും. ജനം ദാഹിച്ചു വലഞ്ഞു നിന്നാലും ഒരു തുള്ളി വെള്ളം ഈ മഹാവിരോധന് ഇവർക്ക് കൊടുക്കുകയില്ല. യാഗപീഠത്തിന്റെ ചോട്ടിൽ അങ്ങ് ഒഴിക്കും. ഇങ്ങനെ ദാഹിച്ചു വലഞ്ഞ ഉത്സവം കഴിഞ്ഞ മടങ്ങിപ്പോകുന്ന ജനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ശലോമോൻ രാജാവിന്റെ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന 12 കാളകളുടെ വായിൽ നിന്നാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇതിന്റെ മുകളിലാണ് വാർപ്പ് കടൽ വച്ചിരിക്കുന്നത്. വായിലെ ടാപ്പ് തുറക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളം വരും. പുരോഹിതന്മാർ കൈയും കാലും കഴുകി ശുശ്രൂഷ തുടങ്ങും. ആ കാര്യമാണ് യേശു കർത്താവ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, ശലോമോന്റെ കാലത്തെ ദേവാലയത്തിൽ ഉണ്ടായിരുന്നത് പോലെ, വായിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. മനുഷ്യന്റെ സകല ആസ്തികളും തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആ ആ ആ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. നമ്മുടെ സകല ദാഹങ്ങളും ആസ്തികളും തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
ഇത്രയും കാര്യമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ചിന്തിച്ചത്. അത് പറഞ്ഞില്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ പുതുതായിട്ട് വന്നവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. ഈ പാറയിൽ നിന്ന് വെള്ളം മാത്രമല്ല പുറപ്പെട്ടിട്ടുള്ളത്, മറ്റ് ചിലതും പുറപ്പെട്ടിട്ടുണ്ട്. ഈ പാറയിൽ നിന്ന് തേൻ പുറപ്പെടുന്നുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 13-ാമത്തെ വാക്യം. വാനമേറ്റും അവന് പാറയിൽ നിന്ന് തേൻ മതി. പാറയിൽ നിന്ന് വെള്ളം മാത്രമല്ല പുറപ്പെടുന്നത്, പാറയിൽ നിന്ന് തേനും പുറപ്പെടുന്നു. ആ കാര്യം 81-ാം സങ്കീർത്തനത്തിലും പരാമർശിച്ചിട്ടുണ്ട്. 81-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. 81-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. പാറയിൽ നിന്നുള്ളത് തേൻ എന്തിനെ കാണിക്കുന്നു? 19-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ. 19-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ. എന്താ തേനിലും തേങ്കട്ടേക്കാൾ മധുരമുള്ളത്? ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ ഈ പാറയിൽ നിന്ന് നമ്മുടെ ഭൗതിക ദാഹം ശമിപ്പിക്കുന്ന വെള്ളം പുറപ്പെടുന്നു. ഈ പാറയിൽ നിന്ന് ദൈവവചനമാകുന്ന തേൻ പുറപ്പെടുന്നു. കർത്താവിന്റെ വാക്കുകളെ പറ്റി നമ്മൾ വായിക്കുന്നത്, അവന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു. മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ വെച്ച് കെട്ടുന്ന വാക്കുകളായിരുന്നു കർത്താവിന്റെ വായിൽ നിന്ന് വന്നത്. ആ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ശിഷ്യന്മാരുടെ നാവ് തരും. എന്തുവാ ശിഷ്യന്മാരുടെ നാവെന്ന് പറയുന്നത്? തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന വാക്കുകൾ. അതാണ് ശിഷ്യന്മാരുടെ നാവിന്റെ പ്രത്യേകത. ഈ പാറയിൽ നിന്ന് തേൻ മാത്രമല്ല, എണ്ണയും പുറപ്പെടും. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 13-ാം വാക്യം പിന്നെയും വായിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 13-ാമത്തെ വാക്യം. പാറയിൽ നിന്ന് തേനും, കണ്ടോ, തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിക്കും. അപ്പോൾ ഈ പാറയിൽ നിന്ന് എണ്ണ പുറപ്പെടും. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 6-ാം വാക്യത്തിൽ പാറയിൽ നിന്ന് തൈല നദികൾ ഒഴുകുമെന്ന് എഴുതിയേക്കുന്നത്. 29-ാം അധ്യായം 6-ാം വാക്യം. പാറ എനിക്ക് തൈല നദികൾ ഒഴുക്കി. ഈ എണ്ണ തൈലമെന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിനെ നിദാനിക്കുന്നു. ആത്മീയ പാതയാകുന്ന ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ഭൗതിക ദാഹം ശമിപ്പിക്കുന്ന വെള്ളം പുറപ്പെടുന്നു. ആത്മീയ പാതയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ദൈവവചനമാകുന്ന തേൻ പുറപ്പെടുന്നു. ആത്മീയ പാതയാകുന്ന ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ പുറപ്പെടുന്നു. മാത്രമല്ല, ഈ പാറയിൽ നിന്ന് തീയും പുറപ്പെടും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 21-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം. തൊട്ടു. പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു. ദഹിപ്പിച്ചു കളഞ്ഞു. സകലവും ദഹിപ്പിക്കുന്ന, ചാരമാക്കുന്ന തീയും കൂടി പാറയിൽ നിന്ന് പുറപ്പെടും. നമ്മെ സമ്പൂർണമായി ചാരമാക്കുന്ന തീയും ഈ ആത്മീയ പാതയാകുന്ന ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ആത്മീയ പാതയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളം പുറപ്പെടുന്നു. ആത്മീയ പാതയാകുന്ന ക്രിസ്തുവിൽ നിന്ന്
ദൈവവചനമാകുന്ന തേൻ പുറപ്പെടുന്നു. ആത്മീയ പാതയാകുന്ന ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ പുറപ്പെടുന്നു. ആത്മീയ പാതയാകുന്ന ക്രിസ്തുവിൽ നിന്ന് നമ്മെ സമ്പൂർണമായി യാഗമാക്കുന്ന തീയും കൂടെ പുറപ്പെടും. അപ്പോൾ ഒന്ന്, കർത്താവ് വീണ്ടെടുപ്പിന്റെ പാത. രണ്ട്, കർത്താവ് ദാഹം ശമിപ്പിക്കുന്ന പാത. ഇനി മൂന്ന്, ഈ കർത്താവ് ഇടയനായ പാതയാണ്. ഇടയനായ പാത. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 തുടങ്ങിയ പാതയായ ഇടയന്റെ നാമത്താൽ തന്നെ. ഈ പാത ഇടയനായ പാതയാണ്. ഇസ്രായേലിന്റെ പാതയായ ഇടയന്റെ നാമത്താൽ യാക്കോബിന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ ബലവത്തായ വിഷമാണ്. ആ വിഷത്തെ വില്ലാളികൾ എയ്തു പൊരുതി വല്ലാതെ വിഷമിപ്പിച്ചു. ആരാണ് വില്ലാളികൾ? ഒന്ന്, അവന്റെ സഹോദരന്മാർ തന്നെ വില്ലാളികളാണ്. അവനെ പകയ്ക്കുന്നു, അധികം പകയ്ക്കുന്നു, സമാധാനമായി സംസാരിക്കുന്നില്ല, ദേഷിക്കുന്നു, അസൂയപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ ഈ വക കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വില്ലാളികളായ സഹോദരന്മാർ അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരു കൂടാരത്തിൽ താമസിക്കുമ്പോൾ പകയ്ക്കുന്ന, അധികം പകയ്ക്കുന്ന, ദേഷിക്കുന്ന, സമാധാനമായി സംസാരിക്കാത്ത, അസൂയപ്പെടുന്ന സഹോദരന്മാരുടെ നടുവിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ വല്ലാതെ വിഷമിക്കുക. അവന്റെ അപ്പൻ അവനെ ശാസിക്കുന്നു. അടുത്ത കൂട്ടം വില്ലാളികൾ മിദ്യാന് കച്ചവടക്കാരാണ്. സ്വന്തം സഹോദരന്മാർ അവനെ പൊട്ടക്കുഴി വലിച്ചതിന് അവനെ വിഷമിപ്പിച്ചു, ദുഃഖിപ്പിച്ചു. മിദ്യാന് കച്ചവടക്കാർക്ക് വിറ്റു. ഒരു അടിമയെ പോലെ കെട്ടി വലിച്ചാ ഇവനെ കൊണ്ടുപോകുന്നു. അവരെ ഒട്ടകപ്പുറത്തിരിക്കുന്നു. ഇവരെ ഒട്ടകപ്പുറത്തൊന്നും കയറ്റിയില്ല. ചങ്ങല കൊണ്ട് കെട്ടി ഒട്ടവുമായി ബന്ധിച്ച ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കൂടെ അവനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അവരും വേണ്ടുവോളം വിഷമിപ്പിച്ചു. അടുത്ത വില്ലാളികൾ പൊത്തിഫേറും അവന്റെ കുടുംബവുമാണ്. അവ ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ അവനോട് ചെയ്തു. അവനെയും വല്ലാതെ വിഷമിപ്പിച്ചു. എന്നാൽ യാക്കോബിന്റെ വല്ലവന്റെ ഭുജത്താൽ അവന്റെ വില്ലുറപ്പോടെ നിന്നു. യോസേഫ് എന്ന വിഷം മതിലിന്റെ മുകളിലേക്ക് വളരുവാൻ തുടങ്ങി. വേദപുസ്തകത്തിൽ അനേകം മതിലുകൾ നമുക്ക് കാണാൻ കഴിയും. മതിലുകളോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ചില മതിലുകൾ നമ്മൾ ഇടിക്കേണ്ട മതിലുകളുണ്ട്. യോശുവയുടെ പുസ്തകം 6 അധ്യായം 10 വാക്യം. ഇനി 20 വാക്യം വായിച്ചേ. 20 വാക്യം വായിച്ചേ. ആ ആ ആ മതി. ഇത് ഇടിച്ചു കളയേണ്ട മതിലാണ്. എങ്ങനെ? ആരാധനയിലൂടെ. മതില് കെട്ടി നന്മ അകത്ത് കടത്തത്തില്ല എന്ന് പറഞ്ഞ യോശുവയുടെ പുസ്തകം 6 അധ്യായം 1 വാക്യത്തിലുണ്ട്. ആരും പുറത്തിറങ്ങുന്നില്ല, ആരും അകത്ത് കയറുന്നില്ല. കാരണം മതിലാണ്. നന്മ അകത്ത് കടത്താതെ വണ്ണം മതില് കെട്ടി നിന്ന ഈ മതില് തകർന്നത് ദൈവജനത്തിന്റെ ആരാധനയിലൂടെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നന്മയ്ക്കെതിരായി നന്മയെ തടയുന്ന ദുഷ്ടൻ കെട്ടിയ മതിലുകൾ തകരുന്നത് ദൈവമക്കളുടെ പ്രാർത്ഥനയിലും ആരാധനയിലും. അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ നന്മയെ തടഞ്ഞു വയ്ക്കുന്ന ആ മതിൽക്കെട്ടുകൾ തകർന്നു. ഓരോരുത്തർ നേരെ മുമ്പോട്ട് കയറി. അപ്പോൾ ഇത് തകർക്കേണ്ട മതിലാണ്. ഇനി രണ്ടാമതൊരു കൂട്ടം മതിലുണ്ട്. അത് കാക്കേണ്ട മതിലാണ്. നഹൂം പ്രവചനം 2 അധ്യായം 1 വാക്യം. നഹൂം പ്രവചനം 2 അധ്യായം 1 വാക്യം.
ആ, കോട്ട കാത്തുകൊള്ളുക. അപ്പോൾ ഈ മതിൽ ഇടിക്കേണ്ട മതിലല്ല, ഈ മതിൽ കാക്കേണ്ട മതിലാണ്. പ്രാർത്ഥനയുടെ മതിൽ, വിശുദ്ധിയുടെ മതിൽ, ശുശ്രൂഷയുടെ മതിൽ. ഈ മതില് തകരാതെ വണ്ണം നമ്മൾ കാത്തോളണം. ഇനി മൂന്നാമതൊരു കൂട്ടം മതിലുണ്ട്, അത് മടങ്ങി വരേണ്ട മതിലാണ്. സക്രിയ പ്രവചനം 9-ാം അധ്യായം 11-12 വാക്യങ്ങൾ. സക്രിയ പ്രവചനം 9-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ആ ആ പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരണം. അപ്പോൾ ഈ മതില് ദൈവ സൃഷ്ടിച്ച മതിലാണ്, സുരക്ഷിതത്വത്തിന്റെ മതിൽക്കെട്ട്. അവിടേക്ക് നമ്മൾ മതിൽ മടങ്ങി വരണം. ഇയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ ദൈവമക്കളാകുന്ന നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ചുറ്റും ദൈവം മതിൽ പണിതിട്ടുണ്ട്. ആ കോട്ടയ്ക്കകത്ത്, ആ മതിലിനകത്ത് നമ്മൾ മടങ്ങി വരണം. ഇനിയും 4-മതൊരു കൂട്ടം മതിലുണ്ട്, അത് ഇടിക്കാനൊക്കത്തില്ല, അത് ചാടിക്കടക്കണം. 18-ാം സങ്കീർത്തനം 29-ാം വാക്യം. 29-ാം വാക്യം. പാഞ്ഞേലും. അപ്പോൾ ഈ മതിൽ ചാടിക്കടക്കേണ്ട മതിലാണ്. ഇപ്പൊ ഒത്തിരി നവീന ശുശ്രൂഷകൾ ഉണ്ട്. വിശുദ്ധ ചിരി, വിശുദ്ധ കുര, വിശുദ്ധ ചതില്. അതിലൊന്നാണ് വിശുദ്ധ മതിൽ ചാട്ടം. കണ്ടതാണ്, എന്നോട് പറഞ്ഞതാണ്, ഒരു മതില് എല്ലാം കൂടെ ചവിട്ടാൻ പോകും, മതിൽ ചാടിക്കടക്കുക. അങ്ങനെ ഈ മതിൽ ചവിട്ടുന്നതും ചാടുന്നതൊന്നുമല്ല, നമ്മൾ ചാടിക്കടക്കേണ്ടതായ മതിലുകളുണ്ട്. കോംപ്ലക്സസ്, ചിലക്ക് അപകർഷതാ ബോധങ്ങളുണ്ടാവും. ആ മതിൽ, അതുപോലുള്ള മതിലുകൾ നമ്മൾ ചാടിക്കടക്കണം. ദുഷ്ടൻ ഉണ്ടാക്കുന്ന കെണികളുണ്ട്, ആ മതിലുകൾ നമ്മൾ ചാടിക്കടക്കണം. അപ്പൊ മതിലിനുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ പ്രതികരണം ഇടിക്കേണ്ട മതിൽ, അത് ആരാധനയിലൂടെയാണ്. 2, കാക്കേണ്ട മതിൽ, അത് പ്രാർത്ഥനയിലൂടെ നമ്മൾ കാക്കണം. 3, മടങ്ങി വരേണ്ട മതിൽ, ദൈവത്തിന്റെ സുരക്ഷിതത്വമാകുന്നതായ മതിൽക്കെട്ടിനകത്തേക്ക് നമ്മൾ മടങ്ങി വരണം. 4, ചാടിക്കടക്കേണ്ടതായ മതിലുകൾ. ഇനി 5-മത്തെ മതിൽ, അതാണ് നമ്മൾ യോസെഫിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കണ്ടത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മളിവിടെ വായിച്ചു. യോസെഫ് ഫലപ്രദമായ വിഷം, അതിൻ്റെ കൊമ്പുകൾ മതിലിന്റെ മുകളിൽ പടരുന്നു. അപ്പോൾ ഈ മതിലിനെ ജയിക്കേണ്ടത് വിഷം വളരുന്നതിനാലാണ്. മതില് വളരുന്നില്ല, അത് അതുപോലെ നിൽക്കുക. വിഷമാണ് വളരുന്നത്. ഈ മതിലിന്റെ മുകളിൽ വിഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മതിൽ വിഷത്തെ അതിജീവിക്കത്തില്ല. ഇത് നമ്മുടെ ആത്മീയ വളർച്ചയെ കാണിക്കുന്നു. ആത്മീയമായി നമ്മൾ വളർച്ച പ്രാപിച്ച പിശാചിന്റെ മതിലുകളെ നമ്മൾ ജയിക്കണം. ആത്മീയ വളർച്ചയിലൂടെ ജയിക്കേണ്ടതായ മതിലുകളുണ്ട്. യോസേഫ് മതിലിനെ ഇടുക്കിയല്ലേ ചെയ്തതാ, ആ മതിലിന്റെ മുകളിലേക്ക് അങ്ങ് വളർന്നു. പിന്നെ മതിലിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ മടങ്ങി വരുന്നു. പാറയാകുന്ന ഇടയൻ, നമ്മുടെ കർത്താവ് പാറയാകുന്ന ഇടയനാണ്. അതിനുള്ള ബന്ധത്തിൽ ധാരാളം വാക്യങ്ങൾ ബൈബിളിൽ ഉണ്ടെങ്കിലും 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആവർത്തന പുസ്തകം നേരത്തെ നമ്മൾ വായിച്ചതാണ്. 92-ാം സങ്കീർത്തനം 15-ാം വാക്യം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 4-ാം വാക്യം വായിച്ചു. അവൻ പാറ, അവന്റെ വഴികൾ ന്യായം എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 92-ാം സങ്കീർത്തനം 15-ാം വാക്യം. 92-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം.
നീതികേടില്ലാത്ത പാതയാണ്. യഹോവ നീതിയുള്ളവൻ, അവൻ എൻ്റെ പാത, അവനിൽ നീതികേടില്ല. മതി. നീതികേടില്ലാത്ത പാത, നീതി പാതകളിൽ നടത്തുന്ന ഇടയൻ, പാതയാകുന്ന ഇടയൻ. അപ്പോൾ ഒന്ന്, ആത്മീയ പാതയാകുന്ന ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പ് നൽകുന്നു. രണ്ട്, ആത്മീയ പാതയാകുന്ന ക്രിസ്തു നമ്മുടെ ദാഹം ശമിപ്പിക്കുന്നു. മൂന്ന്, അവൻ പാതയാകുന്ന ഇടയനാണ്. ഇനി നാല്, അവൻ സങ്കേതമായ പാതയാണ്. നമ്മുടെ കർത്താവ് സങ്കേതമായ പാതയാണ്. 2 ശമൂവേൽ 22-ാം അധ്യായം, 2 ശമൂവേൽ 22-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 2-3 വാക്യങ്ങൾ. എന്റെ പാതയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. കണ്ണടച്ച് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു പാതയുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാണ്. വിശ്വസിക്കാം, ആശ്രയിക്കാം, കണ്ണടച്ച് ആശ്രയിക്കാം. ആശ്രയിക്കുന്നവനെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല. എൻ്റെ പാതയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. കോതപുത്രന്മാർ പാടുന്നുണ്ട് 42-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ, ഞാനിങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്താ എൻ്റെ പാതയായ ദൈവത്തോട് പറയും. 42-ാം സങ്കീർത്തനം 9-ാം വാക്യം. നീ എന്നെ മറന്നതെന്താ? ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്താ എന്ന് എൻ്റെ പാതയായ ദൈവത്തോട് പറയും. എല്ലാം തുറന്ന് പറയാൻ കൊള്ളാവുന്ന ഒരു പാതയുണ്ടെങ്കിൽ നമ്മുടെ രക്ഷകനായ പാതയാണ്. കോതപുത്രന്മാർ പറയുന്നു, ഞാനിങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്താ? ഇത് ഞാൻ എൻ്റെ പാതയോട് ചെന്ന് പറയും. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ കൊള്ളാവുന്ന ഒരു പാദപീഠമുണ്ടെങ്കിൽ ഈ നല്ല കർത്താവിൻ്റെ പാദപീഠം മാത്രമാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാതുകൊണ്ട്, ശൂന്യകാലത്തിൻ്റെ മകൻ മരിച്ചുപോയി. ഭർത്താവിനോട് ആ കാര്യം പറഞ്ഞില്ല. ഭർത്താവ് വയലിലിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കുഞ്ഞ് ഈ അമ്മയുടെ മടിയിൽ ഉച്ചവരെ കിടന്ന്, ഉച്ചയായപ്പോൾ കുഞ്ഞ് മരിച്ചു. എലീശാ പ്രവാചകന്റെ മാളിക മൂല തുറന്ന എലീശാ പ്രവാചകന്റെ കട്ടിലേക്ക് കടത്തി. വാതിൽ പൂട്ടി പുറത്തിറങ്ങി ആളയച്ച് ഭർത്താവിനെ വരുത്തിച്ചു. ഭർത്താവ് വന്നിട്ട് പോലും കുഞ്ഞ് മരിച്ച കാര്യം ഭർത്താവിനെ അറിയിച്ചില്ല. ഭർത്താവിനോട് പറയുന്നത് കഴുതയ്ക്ക് ഒപ്പിട്ട് അതാണ്, കർമ്മേൽ പർവ്വതത്തിലാണ്. ഭർത്താവിന്റെ ചോദ്യം, അതിനിപ്പോൾ അമാവാസിയല്ല, ഉത്സവമല്ല, ശബത്തല്ലല്ലോ. എന്നിട്ടും ഇവള് കുഞ്ഞ് മരിച്ച കാര്യം പറയുന്നില്ല. അവൻ കഴുതയ്ക്ക് ഒപ്പിട്ട് കൊടുത്തു. കഴുതയെ തെളിയിക്കുന്നവനോട് ഇവള് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ വഴി നിർത്തരുത്, വേഗം കഴുതയെ തെളിയിക്കാൻ പോകും. അവനോടും പറഞ്ഞില്ല. കർമ്മേൽ പർവ്വതത്തിന്റെ ചൂട്ടിൽ ചെന്നപ്പോൾ പ്രവാചകൻ കാണുന്നു ശൂന്യങ്കാരത്തിൽ വരുന്നു. അടുത്ത് നിന്ന് ഗേഹസിയോട് പറഞ്ഞു, ശൂന്യങ്കാരത്തിൽ വരുന്നു, നീ അവിടെ ചെന്ന് എതിരേറ്റിട്ട് നീ ചോദിക്ക, ഭർത്താവിന് സുഖമോ ബാലന് സുഖമോ? ഗേഹസി വന്ന് ചോദിക്കുന്നുണ്ട്, യജമാനത്തി എന്തുണ്ട് വിശേഷം? ഭർത്താവിന് സുഖമോ ബാലനും സുഖമോ? അവളുടെ മറുപടി, പൂവ സുഖം തന്നെ. ഒരു ബോഷ്കാണ് അവൾ പറഞ്ഞത്. ഇവൻ എടുത്തു ചോദിക്കുന്നുണ്ട്, ബാലന് സുഖമോ? ബാലൻ മരിച്ചു കിടക്കുക. ഇവളുടെ മറുപടി സുഖം തന്നെ. അവനോടും പറഞ്ഞില്ല. നേരെ മുമ്പോട്ട് എന്ന പ്രവാചകന്റെ കാലിൽ പിടിക്കുമ്പോൾ ഗേഹസി തടയാൻ നോക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അവളെ തടയരുത്, ഏതോ മനോവേദനയുണ്ട്, യഹോവ അതെനിക്ക് മറച്ചു വച്ചിരിക്കും. ഇവള് പറഞ്ഞത്, യജമാനെ നീ പറഞ്ഞിട്ട് എനിക്കൊരു മകനെ ലഭിച്ചുവല്ലോ. കുഞ്ഞു മരിച്ചു എന്നൊരു വാക്ക് അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നില്ല. ഇത്രയും പറഞ്ഞപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റു. പ്രവാചകന് മനസ്സിലായി കുഞ്ഞു മരിച്ചുപോയി. ഇതാണ് മറ്റുള്ളവരോട് പറയുന്നതും പ്രവാചകനോട് പറയുന്ന
കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം. വലിയ പ്രവാചകനാകുന്ന കർത്താവിന്റെ അടുക്ക ചെന്ന് എല്ലാം ഒന്നും വിശദീകരിക്കണ്ട. നിന്റെ ഹൃദയത്തിലെ ഏങ്ങലടി കാണുമ്പോൾ, കണ്ണിൽ നിന്ന് നടന്നു വീഴുന്ന ചുടുകണ്ണുനീര് കാണുമ്പോൾ, നിന്റെ ഉള്ളിലെ വേദനയുടെ ആകത്തുകയെ അളക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രവാചകൻ നമുക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നുണ്ട്. നമ്മുടെ ദുഃഖങ്ങളും വേദനകളും മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞ ബലിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മൾ പറയുന്ന കനത്തിൽ അവരെടുക്കത്തില്ല. ഇനി എടുത്തു കഴിഞ്ഞാലോ വേണം 4 പേരോടെ വിളിച്ചു പോയി അടക്കുകയും ചെയ്യും. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് തോന്നും. അവിടെ പറയാതിരിക്കുക എപ്പോഴും നല്ലത്. പക്ഷെ ഇതൊന്നുമില്ലാതെ എല്ലാം തുറന്ന് പറയാൻ കൊള്ളാവുന്ന ഒരു പാതപീഠം ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവിന്റെ പാതപീഠം മാത്രമാണ്. ഞാനിങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്താ എന്ന് എൻ്റെ പാതയോട് ഞാൻ ചെന്ന് പറയും. കോതപുത്രന്മാർക്ക് നടക്കാനൊരു ശക്തിയുണ്ട്. വേദനയും ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും നടന്നു എന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ 61-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നു, ഈ പാതയുടെ അടുക്കലേക്ക് നടക്കാൻ പോലും എനിക്ക് കഴിവില്ല, അതുപോലെ ഞാൻ തളർന്നു കഴിഞ്ഞു. ഈ പാതയിലേക്ക് എന്നെ നീ ഒന്ന് നടത്തണം. 61-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ കേൾക്കണമേ, ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഈ അത്യുന്നതമായ പാതയെങ്കിലേക്ക് എന്നെ നീ ഒന്ന് നടത്തണം. എനിക്ക് നടന്നു വന്ന് പറയാനായിട്ട് കഴിയുന്നില്ല, അതുപോലെ ഞാൻ ക്ഷീണിച്ചു കഴിഞ്ഞു. കോലപുത്രന്മാർ ക്ഷീണിച്ചെങ്കിലും നടന്നിയെന്ന് പറയത്തക്കവണ്ണം അത്രയ്ക്കങ്ങ് ക്ഷീണിച്ചു പോയില്ല. പക്ഷെ ഇവിടെ ദാവീദ് നടക്കാൻ പോലും കഴിയാതെ തളർന്നനായി കിടക്കുമ്പോൾ അവന്റെ നിലവിളി, ഈ പാതയിലേക്ക് നീ എന്നെ ഒന്ന് പിടിച്ചു നടത്തണം. ഈ അനുഭവങ്ങളൊക്കെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പാതയുടെ അടുക്ക നടന്നു എന്ന് പറയുന്ന ബലമുള്ള നാളുകളും നടന്നു എന്ന് പറയാൻ കഴിയാത്തതുപോലെ തളർന്നു പോകുന്ന ഈ അനുഭവങ്ങളും ഭക്തന്റെ ജീവിത അനുഭവങ്ങളാണ്. പക്ഷെ നമുക്ക് ഈ പാതയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ പാതയിൽ മറഞ്ഞിരിക്കുന്ന ഭക്തന്റെ ആത്മീയ അനുഭവങ്ങളെ പറ്റിയാണ് 91-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ മറയും, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്. അപ്പോൾ ഈ പാതയിൽ മറഞ്ഞിരിക്കുന്ന ഭക്തന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. 1, നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പിന്റെ പാദം. 2, നമ്മുടെ കർത്താവ് ദാഹശമനത്തിന്റെ പാദം. 3, നമ്മുടെ കർത്താവ് ഇടയനായ പാദം. 4, നമ്മുടെ കർത്താവ് സങ്കേതമായ പാദം. ഇനി 5, നമ്മുടെ കർത്താവ് വെളിപ്പാടിന്റെ പാതയാണ്. വെളിപ്പാടിന്റെ പാതയാണ്. മോശ വെളിപ്പാട് കാണുന്നത് ഈ പാതയിൽ നിന്നാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 21 തുടങ്ങിയുള്ള വാക്യങ്ങൾ. 21 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ആ ആ ആ ആക്കി ആ ആ ഈ വെളിപ്പാട് മോശ കാണുന്നത് ഈ പാതയിൽ മറഞ്ഞിരുന്നുകൊണ്ടാണ്. പിളർക്കപ്പെട്ട പാതയിൽ മോശയെ ദൈവമാണ് ഒളിപ്പിച്ചത്. ദൈവം കൈകൊണ്ട് മറച്ചു. കാരണം ദൈവത്തെ ആർക്കും മുഖാമുഖം കാണാനൊക്കത്തില്ല. ദൈവം കടന്നുപോയി കൈമാറ്റി. ദൈവത്തിന്റെ പിൻഭാഗം, ആ തേജസ് മാത്രമേ മോശ കണ്ടുള്ളൂ. ഈ വെളിപ്പാട് മോശ കാണുന്നത് പാതയിൽ ഇരുന്നുകൊണ്ടാണ്. വെളിപ്പാടിന്റെ പാത. വെളിപ്പാടിന്റെ പാത കണ്ട മറ്റൊരു വ്യക്തിയാണ് മനോഹയും ഭാര്യ. പാതയിൽ വെളിപ്പാട് കണ്ടു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ.
ആ, ഞാൻ കഴിച്ചു. ആ, പ്രവർത്തിച്ചു. ആ, മതി. അപ്പൊ ഇത് എവിടാ ഈ മനോഹ കൊണ്ട് വച്ചത്? പാറയുടെ മുകളിൽ. പാറയുടെ മുകളിലാണ് ഈ യാഗവസ്തു കൊണ്ട് വയ്ക്കുന്നത്. എനിക്കൊരു അടയാളം വേണം, മകനെ നൽകുമെന്നതിന്. മനോഹയുടെ ഭാര്യയോടാണ് ദൂതൻ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത്. മനോഹയുടെ ഭാര്യ ഇക്കാര്യം മനോഹയോട് പറഞ്ഞു. മനോഹ പറഞ്ഞു, നിന്നോട് പറഞ്ഞ ആ ദൂതൻ എന്നോടും പറയണം. അങ്ങനെ ആ കാര്യം മനോഹയോടും കൂടെ പറഞ്ഞു. പാറയിൽ യാഗവസ്തു വച്ചു. തീ പുറപ്പെട്ടു. ആ പുകയിൽ യഹോവയുടെ ദൂതന്റെ മുകളിലോട്ട് കതിപ്പോകും. ഈ വെളിപ്പാട് പാറയിലാണ് മനോഹ കാണുന്നത്. വെളിപ്പാടിന്റെ പാത. ഉത്തമഗീതത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, പാതയുടെ പിളപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. പിളക്കപ്പെട്ട പാതയാവുന്ന ക്രിസ്തുവിൽ ഞാനും നിങ്ങളും മറഞ്ഞിരിക്കുന്നു. എത്ര നാൾ മറഞ്ഞിരിക്കണം? നമ്മുടെ ഇണിയാകുന്ന ക്രിസ്തു നമ്മളെ വിളിക്കാൻ വരുന്നിടം വരെ. അതിനു മുമ്പ് പുറത്തിറങ്ങിയാൽ റാഞ്ചൻ പക്ഷികൾ നമ്മെ റാഞ്ചുമെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇതുപോലുള്ള ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പിളക്കപ്പെട്ട പാതയുടെ പിളപ്പിൽ മറഞ്ഞിരിക്കുവാൻ, ഒളിച്ചിരിക്കുവാൻ. കാലസംഭവങ്ങളെല്ലാം നമ്മുടെ ഇണ വെളിപ്പെടുവാൻ കാലമായി, സമയമായി എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂകമ്പങ്ങൾ നമ്മൾ കാണുന്നു. ISISന്റെ ഭീകരത നമ്മൾ മറുവശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. നമ്മുടെ കർത്താവ് വരാതായി, നമ്മളെ വിളിക്കുവാൻ കാലം ആസന്നമായി. പാതയുടെ വിളപ്പിലും കണുതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖം കാണട്ടെ, നിന്റെ ശബ്ദം കേൾക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ കാലമായി. നമുക്കൊരുങ്ങാൻ, തലകളെ മടക്കാം, കണ്ണുകളെ അടയ്ക്കാം. അവരെ അനുഗമിച്ച് ആത്മീയ പാതയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാത ക്രിസ്തു. നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പിന്റെ പാത. അവൻ ദാഹം ശമിപ്പിക്കുന്ന പാത, അവൻ ഇടിയനാകുന്ന പാത. പച്ചയായ പുൽമേടുകളിൽ കടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന നല്ല ഇടയനായ പാത. അവൻ സങ്കേതമായ പാത, അവൻ വെളിപ്പാടിന്റെ പാത. ഈ ഉപവാസ ദിവസങ്ങളിൽ ആഴമുള്ള വെളിപ്പാടുകളിലേക്ക് ദൈവം നമ്മെ ഒന്ന് നടത്തുവാൻ എല്ലാ മാസവും ഉപവാസം നടക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഉപവാസമായി ഉപവാസ ദിവസങ്ങൾ തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിപ്പാടുകൾ കാണുവാൻ, വൃദ്ധന്മാർ ദർശനങ്ങൾ കാണുവാൻ, ഒരു പ്രവാചക ഗണത്തെ കർത്താവ് സഭയിൽ എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ തീക്കല്ല് പോലുള്ള വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളെ തകർത്ത് അതിൽ മറച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ജലതടാകങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്കായി വെളിപ്പെടുത്തി തരേണ്ടതിന് നമുക്ക് വിശ്വാസത്തോടെ അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. രക്തത്താൽ ജയം. ആരാധനയിൽ തകരേണ്ട മതിലുണ്ട്, ആരാധനയിൽ ഇടിയേണ്ട മതിലുണ്ട്. നമ്മുടെ നന്മയെ തടഞ്ഞ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെട്ടു വരേണ്ട നന്മയെ തടയുന്ന മതിലുകൾ നമ്മുടെ ആരാധനയെ തടഞ്ഞ രക്തം ജയം. ചാടിക്കടക്കേണ്ട മതിലുകളെ ചാടിക്കടന്ന് രക്തം ജയം. നീതിയുള്ള ദൈവം, നീതിയുള്ള ഇടയൻ, നീതിപാതകളിൽ നടത്തുന്ന നല്ല കർത്താവ്. സങ്കേതമായ പാത, വെളിപ്പാടിന്റെ പാത. ഈ പാതയെ നമുക്ക് ശരണപ്പെടാം, ആശ്രയിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം കടന്നു വന്ന അനുഗ്രഹയുടെ സൃഷ്ടി ദൈവദാസനോട് ദിവസത്തോടെ വിലപിത്തുള്ള നന്ദിരിക്കും നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക.
ഈ നല്ല രാത്രികാലം കർത്തൃപാദപടത്തിലായിരിക്കാൻ, കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവൻ നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശേഷാൽ കർത്താവ് തന്റെ വലിയൊരു ദാസനെ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യ കരങ്ങളെടുത്ത് പരിശുദ്ധ ആത്മാവ് വചനത്തിന്റെ ഏടുകളും നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ ദൈവശബ്ദങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. നമ്മുടെ ശുദ്ധ മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ആത്മാവി നമ്മെ ബലപ്പെടുത്തുന്ന പുത്തൻ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ ഇറക്കുന്ന ദൈവശബ്ദം കർത്താവ് നമ്മെ കേൾപ്പിച്ചല്ലോ. നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ പാറയെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ദാഹം മാറ്റുന്ന പാറയെന്ന്, അല്ലെങ്കിൽ ഇടയനായ പാറയെന്ന്, സങ്കേതമായ പാറയെന്ന്, വെളിപ്പാടിന്റെ പാറയെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിക്കാനിടയായല്ലോ. വചനത്തിന്റെ ആഴങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന് കൂടെ നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു ദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ തലമുറ ശക്തിയോടെ കർത്താവിനെ ഉപയോഗിക്കുവാൻ, അനേകർക്ക് ആശ്വാസം അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്തൻ ദൈവീയ വിടുതലുകളുടെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് നമ്മെ ഇറക്കുവാൻ, ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വിശ്വാസകൃപയാൽ കർത്താവ് നമ്മെ നിറയ്ക്കുവാൻ, ഒരു സെക്ഷനെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, കർത്തൃപുത്രന്മാരെ കർത്താവ് ശക്തിയോടെ കരങ്ങളെടുക്കുവാൻ, ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നാം എല്ലാവരും ആത്മാവിഷ്ടോത്രത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ഒരു ദാസൻ കെ എം ജോസ് സാറ് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കുമല്ലോ. പ്രാർത്ഥിക്കുക. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവി, അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെ ഒന്നാമത്തെ രാത്രി ഹാലയിൽ നിൻ്റെ വചനം സംസാരിപ്പാൻ നിരുദാസനെ കരങ്ങളെടുത്തതിനാലെ സ്തോത്രം ചെയ്യുന്നു. വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തിയതിനാലെ സ്തോത്രം. പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കൃപ പകർന്നതിനാലെ സ്തോത്രം. ഹാലയിൽ ഇസ്രയേൽ മക്കളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവരെ കുടിച്ചത്. ഹാലേലിയ, ഹാലേലിയ. ആ പാറ ക്രിസ്തുവായിരുന്നു, യേശു ക്രിസ്തു. ഹാലേലിയ, ദാഹം തീർക്കുന്ന പാറയെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹാലേലിയ, ഹാലേലിയ. യേശു ക്രിസ്തു ഹാലേലിയ, ഹാലേലിയ ഇടയനായ പാറയാകുന്നു. ഹാലേലിയ, നല്ല ഇടയൻ. ഹാലേലിയ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഹാലേലിയ പാറയാകുന്ന ഇടയനെ കുറിച്ച് കേൾപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹാലേലി ക്രിസ്തു ഹാലേലിയ സങ്കേതമാകുന്ന പാറയാകിയാൽ സ്തോത്രം. ഹാലേലിയ, അവൻ നമുക്ക് സങ്കേതമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. ശത്രുവിൻ്റെ നേരെ ഹാലേലിയ സങ്കേതവും കോട്ടയുമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. ഹാലേലിയ, ആ യേശുവിൽ ആശ്രയിക്കുവാൻ, ആ വിശ്വസ്തനായ കർത്താവിൽ വിശ്വസിക്കുവാൻ ഹാലേലിയ, ഹാലേലിയ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ, ദൈവകൃപ പകരണമേ. നിരുദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനാലെ സ്തോത്രം. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കണം. ഹാലേൽ വിനയും കരങ്ങളെടുത്ത് ഉപയോഗിച്ചു കൊള്ളണമേ. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് വാഴ്ച എല്ലാ വിഷയങ്ങളോടും പുലവങ്ങ എല്ലാ വിശുദ്ധന്മാരോടും ഹാലേൽ ഇന്ന് രാത്രി ഉപവസിക്കുന്ന ജനത്തോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.